മധു, പ്രതിപക്ഷം തെരുവിലോ? പ്രതിപക്ഷം തെരുവിലാണ്. ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യ തെരുവിലാണ് എന്നതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യം നമ്മളെല്ലാ കാലത്തും ഏറെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒന്നാണ്. ലോകത്തെ ജനാധിപത്യങ്ങളുടെ മാതാവ് എന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് അഭിമാനത്തോടു കൂടി ലോകം മുഴുവനും നടന്ന് പ്രസംഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നമുക്ക്. അവരൊക്കെ ലോകത്തെ സമാധാനം കാണണമെങ്കിൽ ഇന്ത്യയിലേക്ക് നോക്കൂ എന്നാണ് ലോകത്ത് മുഴുവനും പ്രസംഗിക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഏറ്റവും ജനുവിനായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണ്. അത് വലിയ തോതിൽ ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഏറ്റെടുത്ത് വലിയ തോതിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് CJP ഇത് അവരുടെ ഒരു രാഷ്ട്രീയ അജണ്ടയായി തന്നെ ഏറ്റെടുക്കുകയും ഒരു പ്രഖ്യാപിതമായ വളരെ സംഘടിതമായ ഒരു സമരത്തിന് രൂപം നൽകുകയും ചെയ്തിരിക്കുന്നത്. അത് പിന്നീട് ഏതാണ്ട് ഒരു മാസം തുടരുന്നു. പാർലമെന്റ് സമ്മേളനം വരുന്നു. ഇന്നലെ പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യത്തെ ദിവസം പാർലമെന്റ് കവാടത്തിലേക്ക് അവരൊരു മാർച്ച് നടത്തുന്നു. ആ മാർച്ചിനെ ഉരുക്കുമുഷ്ടി കൊണ്ടാണ് ദില്ലി പോലീസ് നേരിട്ടത്. നേരത്തെ സുനിൽ സാറ് പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളുടെ തല നോക്കി രണ്ടു കൈയും ചുരുട്ടിയിടിക്കുന്ന പോലീസുകാരെ നമ്മൾ കണ്ടു. അവരെ തല്ലി തല്ലി പൊട്ടിപ്പോയ ഫൈബർ ലാത്തികൾ നമ്മൾ കണ്ടു. വിദ്യാർത്ഥികളുടെ പുറത്ത് അവിടെ അവരെ അനുകൂലിച്ചെത്തിയ മനുഷ്യരുടെ ശരീരത്തിൽ ഇന്ന് മുസ്ലിം ലീഗിൻ്റെയും RSPയുടെയും MP-മാർ അവർ കേരള ഹൗസിൽ നിന്നൊരു മാർച്ചായിട്ട് ജന്തർ മന്ദറിലേക്ക് പോയി. അവിടെ ചെന്ന് അവർ ആ പ്രതിഷേധക്കാരോട് സംസാരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വസ്ത്രമൊക്കെ ഉയർത്തി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി തൊടുന്ന സമയത്ത് അയാൾ തുടരുതെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത്. ആ മേല് മുഴുവനും വേദനയാണ്, അതുകൊണ്ട് തുടരുതെന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഈ പോലീസ് ഭീകരതയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ റഹീം MP നമ്മളോടൊപ്പം ചർച്ചയിലിരുന്നിട്ട് പറയുന്നത് നഗരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും, അതായത് ജന്തർ മന്ദറിന്റെയോ ഈ പാർലമെന്റിന്റെ കവാടത്തിലോ മാത്രമല്ല, നഗരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഈ പോലീസിന്റെ ഈ അധമത്വം ഉണ്ടായി എന്നുള്ളതാണ്. അവിടെ ഇന്റർനെറ്റ് നിരോധിച്ചു ഇന്നലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വാർത്തകളൊന്നും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർനെറ്റ് നിരോധനം ഉണ്ടാകുന്നത്. എന്നിട്ട് പോലീസ് അങ്ങ് അഴിഞ്ഞാടുകയായിരുന്നു ഇന്നലെ. സമാനമായി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞ നേരത്തെ സുനിൽ സാർ വളരെ വിശദമായി പറയുകയും ചെയ്തു. ഒരു അക്ഷരം മിണ്ടാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. രാജ്യത്തെ ഇത്രയധികം പിടിച്ചു കുലുക്കിയ ഒരു സംഭവം ഉണ്ടായിട്ട് ആ വിഷയം ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തിനാണ് ഒരു ജനാധിപത്യ വേദി എന്നത് നമ്മൾ ചിന്തിക്കേണ്ടേ? ഈ വിഷയം ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ ജനാധിപത്യത്തിനൊരു ശ്രീകോവിൽ? അവിടെ നമ്മൾ എന്തിനാണ് തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്ന MP-മാർ? എന്തിനാണ് അവിടെ ഒരു ചർച്ചാവേദി? ഈ വിഷയം ചർച്ച ചെയ്യാനല്ല എങ്കിൽ, രാജ്യം ഇത്രയും കലുഷിതമായ സങ്കടകരമായ മനസ്സോടുകൂടി ചർച്ച ചെയ്യുന്ന ഈ വിഷയം ചർച്ച ചെയ്യാനല്ലെങ്കിൽ നമുക്ക് എന്തിനാണ് പാർലമെന്റ് സമ്മേളിക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെയില്ലേ? അങ്ങനെ ഒരു വാക്ക് മിണ്ടാൻ അനുവദിക്കുന്നില്ല. എന്നിട്ട് മിണ്ടിക്കളയാമെന്ന് പറഞ്ഞതിന് ശേഷം ആ അനുവാദം കൊടുത്ത സ്പീക്കർ അവിടേക്ക് ചെല്ലുന്നില്ലെങ്കിൽ അദ്ദേഹം ഒന്നുകിൽ ആ വാക്ക് പൊളിവാക്കായി കൊടുത്തായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇനി പോകേണ്ട എന്ന് അദ്ദേഹത്തിന് നിർദ്ദേശമുണ്ടായിരിക്കണം. അങ്ങനെ പ്രതിപക്ഷം അവിടെ അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അങ്ങനെ പ്രധാനമന്ത്രി ഇന്ന് പാർലമെന്റിലേക്ക് എത്തുന്നില്ല. അപ്പോൾ പ്രധാനമന്ത്രി വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോകാമെന്ന രാഷ്ട്രീയ തീരുമാനമെടുത്താണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ നേതൃത്വത്തിൽ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ, മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള നേതാക്കൾ പാർലമെന്റിൽ നിന്ന് നേരിട്ട് ഈ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു നീക്കം ദില്ലി പോലീസ് ഇന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ദില്ലി പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വീടിന് സുരക്ഷ ഒരുക്കേണ്ടത് ആരാണ്? അതിനു മുന്നിലേക്ക് ബാരിക്കേഡ് വെച്ച് തടയേണ്ടത് എവിടെയാണ്? പോകാൻ കൃത്യമായ ഈ പറയുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തയിടത്തേക്കാണ് പ്രതിപക്ഷം ചെന്നത്. അങ്ങനെ ഒരു ആപത്സംഖ്യ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തടയണമായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം കുറേയേറെ നേരം അവിടെ സമരം ഉണ്ടാകുന്നു. പ്രിയങ്ക ഗാന്ധിക്ക് ആവേശത്തോടു കൂടി മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന കാഴ്ച നമ്മൾ ഇന്ന് കണ്ടു. അവിടേക്ക് 2 തവണ ജിതേന്ദ്ര സിംഗ് എത്തുന്നുണ്ട്. ജിതേന്ദ്ര സിംഗ് ചർച്ച നടത്തുന്നു. അവിടെ നിന്ന് പിരിഞ്ഞു പോകണം. എന്താണ് മുന്നിൽ വെക്കുന്ന വലിയ ഔദാര്യപൂർവ്വമായിട്ടുള്ള ഓഫർ എന്താണെന്നറിയാമോ? ചർച്ചയാകാമെന്ന് പാർലമെന്റിൽ ചർച്ചയാകാൻ പ്രതിപക്ഷം പ്രധാനമന്ത്രിയുടെ വീട്ടുപടിക്കൽ പോയി നിന്ന് സമരം ചെയ്യണോ? അതവരുടെ ഏറ്റവും നാച്ചുറലായ അവകാശമല്ലേ? അപ്പോൾ പ്രതിപക്ഷം ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകുമ്പോൾ പറയുകയാണ് പാർലമെന്റിൽ ചർച്ചയാകാം. ഇതേ പാർലമെന്റിൽ ചർച്ച വേണമെന്ന് പറഞ്ഞപ്പോഴാണ് പ്രതിപക്ഷം അവിടെ അപമാനിക്കപ്പെട്ടത്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് പോയി നിന്നതിന് ശേഷം, ഈ സമരം നടത്തിയതിന് ശേഷം, ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു എക്സ്പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. രാജ്യത്ത് നീതിബോധമുള്ള പൗരന്മാരെല്ലാവരും, ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം ജനുവിനാണെന്ന് വിചാരിക്കുന്നവരെല്ലാവരും ഈ സമരത്തിൽ പങ്കാളിയാകണം എന്ന എക്സ്പോസ്റ്റ് അടക്കം വന്നതിന് ശേഷം ജിതേന്ദ്ര സിംഗ് 2 തവണ വന്നിട്ട് പറയുകയാണ് ചർച്ചയായി കളയാമെന്ന്. അപ്പോൾ അങ്ങനെ കേന്ദ്രം 2 തവണ ദൂതയക്കുമ്പോൾ അണഞ്ഞു പോകുന്ന ഒരു സമരമാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഉണ്ടായത് എന്ന് ഭരണപക്ഷം തെറ്റിദ്ധരിച്ചു. ആ വാക്ക് അല്ലെങ്കിൽ ആ ഓഫർ പ്രതിപക്ഷം ഇന്ന് എടുത്തില്ല. അങ്ങനെയാണ് 6 മണിയായപ്പോൾ നമുക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു രാത്രിയിലേക്ക് സമരം നീളാൻ എന്തായാലും ദില്ലി പോലീസ് അനുവദിക്കില്ല എന്ന്. പക്ഷേ ദില്ലി പോലീസിന്റെ മാത്രമായ തീരുമാനമാണ് അതെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. കൃത്യമായ സന്ദേശം എങ്ങനെയാണെങ്കിലും ഒഴിപ്പിക്കുക എന്ന സന്ദേശം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ദില്ലി പോലീസ് ഇതിന് മുതിരില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.
അവിടെ നിന്ന് കെ.സി. വേണുഗോപാലിനെ അടക്കം രാഹുൽ ഗാന്ധിയെ അടക്കം പ്രിയങ്ക ഗാന്ധിയെ അടക്കം വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ്. കെ.സി. വേണുഗോപാൽ മുതിർന്ന നേതാവാണ്, പ്രായമുള്ളൊരു നേതാവാണ്. അദ്ദേഹം വീണു പോവുകയാണ്, അക്ഷരാർത്ഥത്തിൽ വലിച്ചിഴച്ചാണ് കൊണ്ടുവരുന്നത്. അദ്ദേഹം അവിടെ നിന്ന് വീണു പോകുന്നു, അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നു, തള്ളി വാഹനത്തിലേക്ക് കയറുമ്പോഴത്തേക്കും പരിക്ഷീണനാണ് കെ.സി. വേണുഗോപാൽ. രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്നതിനിടയിൽ ഫോഴ്സിനിടയിൽ വീണു പോവുകയാണ്. അദ്ദേഹത്തിനൊപ്പം ഹൈബീഡനുണ്ട്, ഷാഫി പറമ്പിലുണ്ട്, അങ്ങനെയുള്ള നേതാക്കളൊക്കെയുണ്ട്. അദ്ദേഹത്തിനൊപ്പമാണ് അഖിലേഷ് യാദവും ഉള്ളത്. രാഹുൽ ഗാന്ധി വീണു പോകുന്ന ഇടത്ത് നിന്ന് അദ്ദേഹത്തിന്റെ കാലിലും കയ്യിലും പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. ആരെയാണ്? രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയാണ്. ഏതു കാലത്താണ് ഇതുണ്ടായിട്ടുള്ളത്? രാജ്യം സ്വാതന്ത്ര്യാനന്തരം എത്രയോ വലിയ പ്രക്ഷോഭങ്ങൾ കണ്ടിട്ടുണ്ട്, അടിയന്തരാവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ പ്രതിപക്ഷ ബഹുമാനം എന്നൊന്നുണ്ടായിരുന്നു. ശരിയാണ്, വ്യാപകമായ അക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും രാജ്യത്തിന്റെ പ്രതിപക്ഷ മനോഭാവത്തെ ഒരൊറ്റ വ്യക്തി എന്ന നിലയ്ക്ക് കൈയാളുന്ന ഒരാളിനെ ഈ നിലയ്ക്ക് കൈകാര്യം ചെയ്തിട്ടില്ല. രാജ്യത്ത് ഇതുവരെയും ഒരു അധികാരിയും കൈകാര്യം ചെയ്തിട്ടില്ല. ആ നിലയ്ക്കുള്ള ബലപ്രയോഗം ഉണ്ടാവുകയാണ്. വലിച്ചിഴച്ചാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. പ്രിയങ്ക ഗാന്ധിയെ കഴുത്തിന് പിടിച്ചാണ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്നത്. ഈ നിലയ്ക്കുള്ള അതിക്രമം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് ഓർക്കേണ്ടതുണ്ട്. നോക്കിപ്പം പാർലമെന്റിൽ ഇതിനു മുമ്പ് സോണിയാഗാന്ധിയും വാജ്പേയിയും ഒക്കെ നേരിട്ട് നിൽക്കുന്ന സമയത്ത് വലിയ വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 2002 വലിയ തർക്കം ഉണ്ടായതിനു ശേഷം വാജ്പേയി ഇറങ്ങി വരുന്നുണ്ട്, സോണിയാഗാന്ധിയോട് സംസാരിക്കുന്നുണ്ട്. അതായത് ഈ രാഷ്ട്രീയ ആശയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് നാടുറ്റു നോക്കുന്നുണ്ട് എന്ന്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്ന്, ഇവിടെ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നതെന്ന് അവർ കാണുന്നുണ്ട് എന്നൊരു ബോധം അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. പുനഃപരീക്ഷ നടത്തിയില്ലേ അത്രേ? അതാണ് ചോദ്യം. പുനഃപരീക്ഷ നടത്തിയല്ലോ, പരീക്ഷ കഴിഞ്ഞ് അവർക്കൊക്കെ സീറ്റടക്കം കിട്ടിയല്ലോ. ഇനി എന്താണ് പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. നാണമാകുന്നുണ്ടാകില്ലേ അങ്ങനെ ചോദിക്കാൻ? കാരണം ആ പരീക്ഷയുടെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വർഷകാല സമ്മേളനത്തിന് തൊട്ടു മുന്നോടിയായി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞു, രാജ്യത്തെ യുവജനങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടെന്ന്. ആ സ്വപ്നങ്ങൾ പകുതി വെച്ച് അവസാനിപ്പിച്ചു പോയ 14 കുഞ്ഞുങ്ങളുള്ള രാജ്യത്ത് ആ പുനഃപരീക്ഷ നടത്തിയാൽ തീരുന്നതാണ് ഉത്തരവാദിത്തം എന്ന് പറയാൻ ഉണ്ടാവില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മിണ്ടാതിരുന്നൊരു ഇന്ത്യയുണ്ട് കുറേ കാലം, മിണ്ടാതിരുന്ന ചോദ്യങ്ങളില്ലാതെ പോയൊരു ഇന്ത്യയുണ്ട്. മണിപ്പൂരിൽ നമ്മൾ അങ്ങനെയായിരുന്നു. വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ അവിടം കേന്ദ്രീകരിച്ച് നടത്തി. ശേഷം രാജ്യം ചോദിച്ചില്ല. കാരണം നമ്മളൊരു സുഖസുഷിപ്തിയിലേക്ക് പോയിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്ന രാജ്യം കൂടിയാണിത്. എവിടെയാണ്, ഏതു ജയിലിലാണ് എന്നറിയാത്ത എത്രയോ മനുഷ്യർ ഈ കാലത്തുണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് പലരും അതിൽ ഒടുങ്ങിപ്പോയിട്ടുള്ളത് എന്നത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പോയ ഒരു രാജ്യം ചോദ്യങ്ങൾ ചോദിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് നിരന്തരമുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തന്നെ ഉന്നയിച്ചിട്ടുമുണ്ട്. ആ ചോദ്യങ്ങൾക്ക് വലിയ ജനപങ്കാളിത്തം കൂടി ഉണ്ടാകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മണിപ്പൂരിൽ പല സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ അട്ടിമറികൾ ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായ സാഹചര്യങ്ങളിലൊക്കെ ഉറങ്ങിപ്പോയ, ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയപ്പെട്ട ഒരു പ്രതിപക്ഷവും ഒരു ഇന്ത്യയും ഇന്ന് ചോദിക്കുകയാണ്. ഇതൊരു തുടർച്ചയുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോൾ ഒരു തുടർച്ച ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഇന്ന് സമ്പൂർണ്ണമായ സമാധാനപരമായ സമരമാണ് അവിടെ നടന്നതല്ലേ? അത് പോലീസിന്റെ ബാരിക്കേഡ് മറച്ചു വെച്ചുകൊണ്ടല്ല അവരങ്ങോട്ട് പോയത്. അവിടേക്ക് പോകാൻ അനുമതിയും സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഇപ്പുറത്തും നിന്നുകൊണ്ടാണ് അവർ സമരം നടത്തിയത്. ആ സമരം പൂർണ്ണമായും അവിടെ കൈകൊട്ടി നിന്നുകൊണ്ടാണ് മുദ്രാവാക്യം വിളിച്ചത്. ഒരായുധവും ആരും കൈവശം വെച്ചില്ലല്ലോ, പോകരുത് എന്ന് പറഞ്ഞതിന് അപ്പുറത്തേക്ക് ആരും പോയിട്ടില്ലല്ലോ. ആ സമാധാനപരമായ സമരത്തെയാണ് ഈ ഉരുക്കുമുഷ്ടി കൊണ്ട് ദില്ലി പോലീസ് കൈകാര്യം ചെയ്തത്. MP-മാരെയൊക്കെ വലിച്ചിഴച്ചു കൊണ്ടുപോയി കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് എവിടെയെങ്കിലും ഇറക്കി വിടുക, ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇറക്കി വിടുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീഡിയ കുറേ കാലമായി ഇപ്പോൾ CJPയുടെ സമരം ഏതെങ്കിലും നാഷണൽ മീഡിയ കവർ ചെയ്യുന്നുണ്ടായിരുന്നോ? ഇന്നും ഏറെ നേരം എന്താണ് ചോദിച്ചുകൊണ്ടിരുന്നത്? എങ്ങനെയാണ് ഈ അതീവ സുരക്ഷാ മേഖലയിലെ സമരം നടന്നത് എന്നുള്ളതാണ്. പിന്നീട് അക്രമം തുടങ്ങിയതിന് ശേഷമാണ് അങ്ങോട്ട് കണ്ണു തുറക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രജീബ് സർദേശായുടെ പോസ്റ്റ് നമ്മളെല്ലാവരും കണ്ടു. ഏറെക്കാലത്തിന് ശേഷം റെയർ മൊമെന്റ് എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങളെന്ന് നമ്മൾ അതായത് ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ ആ നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ ദൃശ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. പ്രതിപക്ഷ നേതാവാണ്. നമ്മൾ ഇവിടെയാണെങ്കിൽ എങ്ങനെയാ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ? അത് വളരെ കൃത്യമായി, കാരണം അത് ജനാധിപത്യത്തിന്റെ ചോദ്യമാണ്. ഉണ്ടാകാറില്ല. അവിടെ നിന്ന് ദേശീയ മാധ്യമങ്ങൾക്ക് അത് കാണേണ്ടിയും കേൾക്കേണ്ടിയും വന്നു. ആ ദേശീയ മാധ്യമങ്ങൾക്കെതിരെ കൂടിയാണ് CJP പ്രൊട്ടസ്റ്റ് ആരംഭിച്ചത് എന്നതുകൂടിയുണ്ട്. ദ നാഷൻ വാണ്ട്സ് ടു നോ എന്നൊക്കെ അലറി വിളിക്കുന്നവർ ഏറെ ഇപ്പോൾ കാലമായി നിശബ്ദമാണ്. ഇടയ്ക്കൊക്കെയോ എന്തോ വെളിപാടുകൾ ഉണ്ടായെന്നതിനപ്പുറത്തേക്ക്. അപ്പം ഇതൊന്നും രാജ്യത്തിന് അറിയണ്ടേ? 14 കുഞ്ഞുങ്ങൾ മരിച്ചത് എന്തിനാണ് എന്ന് രാജ്യത്തിന് അറിയണ്ടേ? ആ ചോദ്യങ്ങൾ ഉയർത്തിയവരെയാണ് ഈ ഉരുക്കുമുഷ്ടിയും ഫൈബർ ലാത്തിയും കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അതങ്ങനെ ഇല്ലാതാകുന്നുണ്ടെങ്കിൽ അത് ആ ജനാധിപത്യത്തിന്റെ ഇന്ത്യ ആയിരിക്കില്ല. അതുകൊണ്ട് ഇതിന് തുടർ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. Meet the editors.